നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 20 വെള്ളിയാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതുപോലെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രധാനമായും തെക്കൻ മധ്യ ജില്ലകളിലാണ് ഇന്നും നാളെയും മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മഴ പെയ്തേക്കാം. ഫെബ്രുവരി 21 മുതൽ 23 വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് 21-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും 22-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖയ്ക്ക് സമീപം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ദുർബലമായേക്കാമെങ്കിലും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ പുതിയൊരു ചക്രവാത ചുഴി ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഈ ന്യൂനമർദ്ദം മുതൽ തെക്കൻ കേരളം, തമിഴ്നാട് വഴി ലക്ഷദ്വീപ് വരെ ഒരു ന്യൂനമർദ്ദ പാത്തി രൂപപ്പെടുന്നത് മഴ സജീവമാകാനായിട്ട് കാരണമാകും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ CMDRF-ൽ നിന്നും ധനസഹായം ലഭിക്കുന്നതിനായിട്ട് പ്രധാനമായിട്ടും ഗുരുതര രോഗമുള്ളവർക്കും വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കുമാണ് അപേക്ഷിക്കാവുന്നത്. സാധാരണയായിട്ട് ഒരു വ്യക്തിക്ക് ഒരു തവണ മാത്രമാണ് ഈ ധനസഹായം ലഭിക്കുകയെങ്കിലും ക്യാൻസർ, അതോടൊപ്പം തന്നെ വൃക്കരോഗം ബാധിച്ചവർക്കൊക്കെ തന്നെ ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട് 2 വർഷത്തിന് ശേഷം വീണ്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം 6 മാസത്തിനുള്ളിൽ ലഭിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, മേൽവിലാസം തെളിയിക്കുന്ന രേഖ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ നിർബന്ധമായിട്ടും കരുതണം. അപകടങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്ക് സഹായത്തിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച രേഖകൾക്ക് പുറമെയായിട്ട് മരണ സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ FIR-ന്റെ കോപ്പി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. www.cmdrf.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന സ്വന്തമായിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. കൂടാതെ MLA, MP എന്നിവരുടെ ഓഫീസുകൾ വഴിയും മുഖ്യമന്ത്രിയുടെയോ റവന്യൂ മന്ത്രിയുടെയൊക്കെ തന്നെ ഓഫീസുകളിലേക്ക് തപാൽ മുഖാന്തരവും അപേക്ഷകൾ അയക്കാവുന്നതാണ്. അപേക്ഷകൾ പരിശോധിക്കുന്നതും രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതും വില്ലേജ് ഓഫീസറുടെ ചുമതലയാണ്. അപേക്ഷയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ അത് അപേക്ഷകനെ അറിയിക്കും. അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകുന്ന മൊബൈൽ നമ്പറിലേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ SMS ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക എന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഫോൺ നമ്പർ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി രേഖകളൊക്കെ അപൂർണമാണെങ്കിൽ അപേക്ഷ മാറ്റിവെക്കുന്ന വിവരവും അത് ഫോണിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. രോഗങ്ങൾക്കും അതോടൊപ്പം തന്നെ അപകട മരണങ്ങൾക്കും പുറമെ മറ്റു ദുരന്തങ്ങൾക്കും സഹായം ലഭിക്കാറുണ്ട്. തീപിടുത്തം മൂലം ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ നശിച്ചാലോ അതോടൊപ്പം തന്നെ വള്ളം, ബോട്ട്, വല തുടങ്ങിയവയൊക്കെ നഷ്ടപ്പെട്ടാലും ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കാണെങ്കിൽ ജില്ലാ കളക്ടറുടെ ശുപാർശയോടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളിലും ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ ബാങ്ക് രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നമ്മുടെ സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡ് തലത്തിലുള്ള ഗ്രാമസഭകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഓരോ പ്രദേശത്തും വ്യത്യസ്ത തീയതികളിലും സമയങ്ങളിലുമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ ഗ്രാമസഭകളിൽ പുതിയ വികസന പദ്ധതികളുടെ ആസൂത്രണവും ഗുണഭോക്താക്കളുടെ തിരഞ്ഞെടുക്കലും ഒക്കെ തന്നെ നടക്കും. ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം ഉൾപ്പെടെ നിരവധി സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട്. അതിനുള്ള അപേക്ഷാ ഫോമുകൾ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഓരോ പഞ്ചായത്തുകളിലും പദ്ധതികളിൽ തന്നെ വ്യത്യാസമുണ്ടാകാമെങ്കിലും അർഹരായവർക്ക് ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനായിട്ട് ഗ്രാമസഭകളിലെ പങ്കാളിത്തം വളരെ അനിവാര്യമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ വാർഡിലെ ഗ്രാമസഭയിൽ കൃത്യമായിട്ട് പങ്കെടുക്കാനും അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾക്കായിട്ട് എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യുന്നതുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ആധാറിൻ്റെ രൂപകൽപ്പനയിൽ സമഗ്രമായ മാറ്റം വരുത്താനായിട്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI ഒരുങ്ങുകയാണ്. പുതിയ പരിഷ്കാരം അനുസരിച്ച് ഉപയോക്താവിൻ്റെ ഫോട്ടോയും QR കോഡും മാത്രം ഉൾപ്പെടുന്ന രീതിയിലായിരിക്കും ഒരു കാർഡ് രൂപകൽപ്പന ചെയ്യുക എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിലും ആധാർ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പുകളിലൊക്കെ തന്നെ QR കോഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പരാമർശമുണ്ട്. വ്യക്തിവിവരങ്ങൾ ചോരാതെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ വിവരങ്ങൾ സുരക്ഷിതമായിട്ട് പരിശോധിക്കാൻ ഈ പുതിയ സംവിധാനം സഹായിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ധനസഹായ പദ്ധതികളുടെ വിതരണം അടുത്തയാഴ്ച മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. ഈ മാസം 25-ാം തീയതി മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെയും ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം ലഭിക്കുന്നവരുടെയും പെൻഷൻ വിതരണം സജീവമാകും. എന്നാൽ കേന്ദ്ര വിഹിതം ലഭിക്കുന്നവരെ സംബന്ധിച്ച് 200 രൂപ മുതൽ 500 രൂപ വരെ കുറവ് ലഭിക്കുന്നവർക്ക് തുക എത്തുന്നതിന് അല്പം കൂടി താമസം നേരിട്ടേക്കാം. ഈ തുക വിതരണം ചെയ്യുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ തുക കേന്ദ്രത്തിലേക്ക് കൈമാറിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഗുണഭോക്താക്കളുടെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക നേരിട്ട് നിക്ഷേപിക്കുക. അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് അത് ആക്റ്റീവ് ആണെന്ന് പ്രത്യേകം ഉറപ്പുവരുത്തണം.
അല്ലാത്തപക്ഷം തുക അക്കൗണ്ടിലെത്താനായിട്ട് തടസ്സമുണ്ടാകും. ഇതുകൂടാതെ PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് 2000 രൂപയും സംസ്ഥാന പെൻഷൻ വിഹിതം 2000 രൂപയും ലഭിക്കുമ്പോൾ ഒരു വീട്ടിൽ തന്നെ ഏകദേശം 4000 രൂപയോളം എത്തുന്ന സാഹചര്യമുണ്ടാകും. ഇതുതന്നെയായാലും കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡുവിൻ്റെ വിതരണം ഇൻസ്റ്റാൾമെൻറ്റ് അത് സംബന്ധിച്ച കൃത്യമായ അറിയിപ്പുകൾ ഫെബ്രുവരി അവസാന വാരത്തോടെ പുറത്തു വരുന്നതാണ്. എന്നാൽ ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് കർഷകർ ഇലക്ട്രോണിക് KYC നിർബന്ധമായിട്ട് പൂർത്തിയാക്കിയിരിക്കണം. ബാങ്ക് അക്കൗണ്ട്, ആധാർ സീഡിംഗ് സ്റ്റാറ്റസിലെ തകരാറുകൾ കാരണം ഏകദേശം 68,000-ഓളം ആളുകൾക്ക് ആനുകൂല്യം മുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നമ്മൾ നേരത്തെ തന്നെ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അത് എല്ലാവരും കണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റാറ്റസ് അത് പരിശോധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവിലയിൽ വ്യാഴാഴ്ച ഫെബ്രുവരി 19-ാം തീയതി രാവിലെയും ഉച്ചയ്ക്കുമായിട്ട് വൻ വർധനവ് രേഖപ്പെടുത്തി. 2 തവണയായിട്ട് ഗ്രാമിന് 280 രൂപയും പവന് 2240 രൂപയുമാണ് കൂടിയത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 210 രൂപ കൂടി 14,345 രൂപയും പവന് 1,680 രൂപ കൂടി 1,14,760 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. എന്നാൽ ഉച്ചയ്ക്ക് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 70 രൂപ കൂടി 14,415 രൂപയും പവന് 560 രൂപ കൂടി 1,15,320 രൂപയിലുമാണ് പിന്നീട് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിലെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.